രോഗം ഭേദമാക്കേണ്ടവർ തന്നെ മാരകമായ മുറിവുകൾ സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ നവംബറിൽ. സമൂഹം ആദരവോടെ കാണുന്ന ഡോക്ടർ എന്ന പദവി ഭീകരവാദത്തിന് ഒരു സുരക്ഷിത മറയായി മാറിക്കൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്റ്റെതസ്കോപ്പ് ഉപേക്ഷിച്ച് സ്ഫോടക വസ്തുക്കൾ കയ്യിലേന്തിയ കാശ്മീരിലെ ഒരു കൂട്ടം ഡോക്ടർമാർ രാജ്യത്തെ തകർക്കാൻ രൂപീകരിച്ചത് അൻസാർ ഇൻറിം എന്ന പുതിയ ഭീകര സംഘടനയെന്ന് NIA. ജമ്മു കാശ്മീരിലെ വൈറ്റ് കോളർ ഭീകരവാദ മൊഡ്യൂളിനെ കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തിലാണ് അതീവ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലുള്ള ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് തീവ്രവാദികളായ ഒരു കൂട്ടം ഡോക്ടർമാർ ചേർന്ന് സ്വന്തമായ ഒരു ഭീകര സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്. അൻസാർ ഇൻറിം എന്നാണ് ഈ പുതിയ സംഘടനയ്ക്ക് അവർ പേരിട്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് 2022 ഏപ്രിലിൽ ശ്രീനഗറിലെ ഈദ്ഗാഹിൽ വെച്ചാണ് ഡോക്ടർമാരും ചില മതപ്രഭാഷകരും അടങ്ങുന്ന സംഘം രഹസ്യയോഗം ചേർന്നത്. മുസമ്മിൽ ഖാനി, ഡോക്ടർ അദീൽ റാത്തർ, മൗലവി ഇർഫാൻ എന്നിവരടങ്ങുന്ന സംഘം അവിടെ വെച്ച് സംഘടനയുടെ ഘടന തീരുമാനിച്ചു. അദീലിനെ അമീർ ആയും മൗലവി ഇർഫാനെ ഡെപ്യൂട്ടി അമീറായും നിശ്ചയിച്ചു. അമീർ എന്നാൽ തലവൻ. പരമ്പരാഗത ഭീകര സംഘടനകളിൽ നിന്നും മാറി വിദ്യാസമ്പന്നരായവർ നേരിട്ട് നടത്തുന്ന അട്ടിമറി നീക്കങ്ങളായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ സംഘത്തിന്റെ പ്രവർത്തന രീതികൾ തികച്ചും ആസൂത്രിതമായിരുന്നു. 2023 ഇവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും മറ്റു രാസവളങ്ങൾ വാങ്ങുകയും ഓൺലൈൻ വീഡിയോകൾ കണ്ട് മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിക്കുകയും ചെയ്തു. NPK ഒക്കെ ഉപയോഗിച്ച് TATP എന്ന അതിശക്തമായ സ്ഫോടക വസ്തു തയ്യാറാക്കുന്നതിൽ ഇവർ വിജയിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നവംബർ 10 ഡൽഹി ചെങ്കോട്ടയ്ക്ക് പുറത്തു കടന്ന ദാരുണമായ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ സംഘം തന്നെയായിരുന്നു. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി എത്തിയ ഡോക്ടർ ഉമർ ഉൻ നബി എന്നയാൾക്ക് 2016 മുതൽ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നു. ഡാനിഷ് എന്ന യുവാവിനെ ചാവേർ ആക്രമണത്തിന് പ്രേരിപ്പിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം അയാൾ പിന്മാറിയതോടെയാണ് ഡോക്ടർ ഉമർ തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനവുമായി ആക്രമണത്തിന് തുനിഞ്ഞത്. തിരക്കേറിയ സ്ഥലത്തോ മതപരമായ പ്രാധാന്യമുള്ളിടത്തോ വലിയൊരു സ്ഫോടനമായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഈ വൻ ഗൂഢാലോചന പുറത്തു വന്നത് ശ്രീനഗർ പോലീസിന്റെ കൃത്യമായൊരു ഇടപെടലിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒക്ടോബർ 19 നൗഗാമിലെ കൻപോറയിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട ഒരു ചെറിയ സംഭവമാണ് അന്വേഷണത്തിന് വഴിത്തിരിവായി മാറിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് കല്ലേറ് കേസുകളിൽ പ്രതികളായ 3 പേരെ പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മൗലവി ഇർഫാൻ അഹമ്മദിലേക്കും അവിടെ നിന്ന് ഈ ഡോക്ടർമാരുടെ സംഘത്തിലേക്കും അന്വേഷണം എത്തിയത്. വിദ്യാസമ്പന്നരായ യുവാക്കളെ കണ്ടെത്തി തീവ്രവാദത്തിലേക്ക് നയിക്കാൻ മൗലവി ഇർഫാൻ തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തികമായും സാങ്കേതികമായും അറിവുള്ളവർ ഭീകരവാദത്തിലേക്ക് തിരിയുന്ന വൈറ്റ് കോളർ ടെററിസം സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഇവരെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസകരമാണ്. ശ്രീനഗർ പോലീസിന്റെയും NIAയുടെയും സമയോചിതമായ ഇടപെടൽ വലിയൊരു ദുരന്ത പരമ്പരയാണ് തടഞ്ഞത്. എങ്കിലും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർ പോലും തീവ്രവാദത്തിന്റെ ആശയങ്ങളിൽ വീണുപോകുന്നു എന്നത് രാജ്യസുരക്ഷയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ് ചെറുതല്ല. രൂപവും ഭാവവും മാറി ഭീകരവാദം പുതിയ വഴികൾ തേടുമ്പോൾ ജാഗ്രതയും നിരീക്ഷണവും കൂടി കൂടുതൽ ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.